ഷേവിംഗ്, വാക്സിംഗ്, ലേസർ ഹെയർ റിഡക്ഷൻ ഇതിലേതാ ബെറ്റർ എന്നുള്ള കൺഫ്യൂഷനിലാണോ? എന്നാൽ നമുക്കിതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. ഷേവിംഗ് ക്വിക്കാണ്, പെയിൻലെസ് ആണ്, ഹെയറിനെ അതിൻ്റെ സർഫസ് ലെവലിൽ നിന്നാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 2 to 3 ഡേയ്സിനുള്ളിൽ ഈ മുടി തിരിച്ച് വളരുകയും ഈ വളരുന്ന മുടി വളരെ ഷാർപ്പായിട്ട് ഫീൽ ചെയ്യും. അടുത്തത് വാക്സിംഗ്. ഹെയറിനെ അതിൻ്റെ റൂട്ടിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വേറെ ഹോർമോൺ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഒരു 2 to 3 വീക്സ് ഈ റിസൾട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ചാൽ വാക്സ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഇതൊരു പെയിൻഫുൾ പ്രൊസീജിയറാണ്. അതുപോലെ ഫേസിൽ നമുക്ക് വാക്സിൻ ചെയ്യാൻ സാധിക്കില്ല, കാരണം ഫേസിന് കൂടുതൽ സെൻസിറ്റീവ് ആക്കും. ആൻഡ് ദ തേർഡ് ഓപ്ഷൻ ഈസ് ലേസർ ഹെയർ റിഡക്ഷൻ അഥവാ LHR. ഒരു ലോങ് ടേം റിസൾട്ട് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇതിന് മൾട്ടിപ്പിൾ സെഷൻസ് ആവശ്യമുണ്ട്. പക്ഷെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ റീഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. അതുപോലെ പുതിയ ഹെയർ വരുമ്പോൾ അതിൻ്റെ തിക്നെസ് വളരെ ചെറുതുമായിരിക്കും. വളരെ ഹാംലെസ് ആയിട്ടുള്ള ലേസർ ലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫേസിലായിക്കോട്ടെ, ബോഡിയിലായിക്കോട്ടെ, ഇനി ഈവൻ പ്രൈവറ്റ് പാർട്സിൽ പോലും നമുക്കിത് ധൈര്യമായിട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇത് ഫീമെയിൽസിനിടയ്ക്ക് മാത്രമല്ല മെയിൽസിനിടയ്ക്കും വളരെ പോപ്പുലർ ആണ്. കാരണം ജിമ്മിൽ പോകുന്നവർ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിനൊക്കെ പോകുന്നവർക്ക് ചെസ്റ്റ് ഹെയറും ബോഡി ഹെയറും റിമൂവ് ചെയ്യാനായിട്ട് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ലേസർ ഹെയർ റിഡക്ഷനെ കുറിച്ച് കൂടുതൽ അറിയാനേ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ. വി ആർ ഹിയർ ടു ഹെൽപ്പ് യു അറ്റ് ഹത്തീറ വെൽനസ്, ട്രിവാൻഡ്രം.